നമസ്കാരം. കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ സസ്പെൻസ് നിറയുകയാണ്. കേരള സർവകലാശാല സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും രണ്ട് തട്ടിലാണ്. സിൻഡിക്കേറ്റിന്റെ കടുംപിടുത്തം ഫലം കണ്ടു. രജിസ്ട്രാർ ചുമതല ഏറ്റെടുത്തു. സിൻഡിക്കേറ്റ് യോഗത്തിനിടെ നാടകീയതയും വിസിയും ഇടതംഗങ്ങളും ഏറ്റുമുട്ടി. വിസി പിരിച്ചുവിട്ടാൽ സിൻഡിക്കേറ്റ് അവസാനിക്കും. അവിടെ തീരുമാനങ്ങൾ എടുക്കാനാകില്ല. സസ്പെൻഷൻ അതേ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യും. യോഗം പിരിച്ചുവിട്ടതിനു ശേഷമുള്ള തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നാണ് താൽക്കാലിക വിസിയുടെ പക്ഷം. വിവാദങ്ങൾ കൊഴുക്കുകയാണ്. വിസിയോ സിൻഡിക്കേറ്റോ ശരി ആരുടെ പക്ഷത്ത്? സമഗ്രമായ വാർത്തകളുമായി ടോപ്പ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല വൈസ് ചാൻസലർ പുറത്താക്കിയ രജിസ്ട്രാറെ തിരിച്ചെടുത്ത സിൻഡിക്കേറ്റ് യോഗം. സസ്പെൻഷൻ തുടരുമെന്ന് വിസിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ്. യോഗം പിരിച്ചുവിട്ട ശേഷം എടുത്ത തീരുമാനത്തിന് സാധുതയില്ലെന്ന് സിസ തോമസ്. സിൻഡിക്കേറ്റ് തീരുമാനത്തിന് പിന്നാലെ ചുമതലയേറ്റ് ഡോക്ടർ KS അനിൽകുമാർ. ഹൈക്കോടതിയുടെ നാളത്തെ തീരുമാനം നിർണായകം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. മകൾ നവമിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കും. മക്കളിൽ ഒരാൾക്ക് ജോലി നൽകുമെന്ന് മന്ത്രി VN വാസവൻ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നില്ല. അടഞ്ഞുകിടക്കുന്നത് ജീവനക്കാർ ഇല്ലാത്തതിനാൽ. നിപ ബാധിച്ച പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില ഗുരുതരം. സമ്പർക്ക പട്ടികയിൽ 383 പേർ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ ICU ഐസൊലേഷൻ സൗകര്യങ്ങൾ ഉറപ്പാക്കി. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കാത്തതിൽ ആശങ്ക. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ F-35B ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി വിദഗ്ധ സംഘമെത്തി. ഹാങ്ങറിലേക്ക് മാറ്റി തകരാർ പരിശോധിക്കുന്നു. പരിഹരിക്കാനായില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി ചരക്ക് വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കി കടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പൽ. കടലിൽ വീണ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളിൽ തട്ടി മീൻ വലകൾ കേടുവരുന്നു. ലക്ഷങ്ങളുടെ നഷ്ടം. ടോപ്പ് 10 സ്പെഷ്യൽ. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിലായി. കടുവയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. കടുവയെ ഉടൻ കാട്ടിലേക്ക് തുറന്നു വിടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരണം 51. മരിച്ചവരിൽ 15 കുട്ടികളും. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചലിൽ 72 മരണം. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. എഡ്ജ്ബാസ്റ്റണിലെ ആദ്യ ജയം സ്വന്തമാക്കിയത് 336 റൺസിന്. രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തി ആകാശ്ദീപ്. പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം. മൂന്നാം ടെസ്റ്റ് 10-ന് ലോർഡ്സിൽ. നവതിയുടെ നിറവിൽ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ. കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും ധാർമ്മികതയുടെയും ശാശ്വത പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിൻഗാമിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ രാജ്യം ദലൈലാമയ്ക്കൊപ്പമെന്ന് കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും രാജീവ് രഞ്ജൻ സിംഗും. പിൻഗാമിയെ നിശ്ചയിക്കാൻ ദലൈലാമയ്ക്ക് അധികാരമില്ലെന്ന് ആവർത്തിച്ച് ചൈന. സ്റ്റോറി ഓഫ് ദ ഡേ. ഓർമ്മമിടുക്കിൽ താരമായി ദക്ഷ്. സമഗ്രമായി വിശദമായി വാർത്തകൾ നോക്കാം. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ് യോഗം. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്നും സിൻഡിക്കേറ്റ് യോഗം താൻ പിരിച്ചുവിട്ടെന്നും താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസ് പറഞ്ഞു. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ ഗവർണറുടെ പരിപാടി റദ്ദാക്കി ഉത്തരവിറക്കിയതിനെ തുടർന്ന്
VC രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് 16 അംഗ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക VC സിസ തോമസിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നത്. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി. യോഗത്തിൽ ഇടതംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു. താൽക്കാലിക VCയുടെ എതിർപ്പ് മറികടന്നാണ് പ്രമേയം പാസാക്കിയത്. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്ന് VC സിസ തോമസ് പ്രതികരിച്ചു. ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് ജുഡീസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും VC കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത്. അതായിരുന്നു അവരുടെ ആവശ്യവും. അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. രജിസ്ട്രാറിനെതിരായി എടുത്ത നിയമവിരുദ്ധ നടപടി സിൻഡിക്കേറ്റ് തിരുത്തിയെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ പറഞ്ഞു. സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് കോടതിയെ അറിയിക്കും. പ്രമേയം വായിക്കുമ്പോൾ VC ഉണ്ടായിരുന്നുവെന്നും VC യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിയതല്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. ഉണ്ടായിരുന്നു. അത് വായിച്ചപ്പോഴാണല്ലോ പറഞ്ഞത് ഈ തീരുമാനത്തോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മാഡം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഡിസന്റ് രേഖപ്പെടുത്താനുള്ള റൈറ്റ് ഉണ്ട്. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരള യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും നാടകീയ നീക്കം. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറായി ഡോക്ടർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു. വൈകുന്നേരം 4:30യോടെയാണ് ചുമതല ഏറ്റെടുത്തത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയതിന് പിന്നാലെയാണ് നടപടി. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് സസ്പെൻഷൻ റദ്ദ് ചെയ്തത്. VCയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജിപ്പ് മറികടന്ന് ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങളും തീരുമാനമെടുത്തു. രജിസ്ട്രാർ നാളെ യൂണിവേഴ്സിറ്റിയിലെത്തും. ഹർജി നാളെ പിൻവലിച്ചേക്കും. രജിസ്ട്രാറെ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് അർഹതയുണ്ടെന്ന് മന്ത്രി R ബിന്ദു. ചർച്ച നടക്കുമ്പോൾ VCയുടെ ചുമതലയുള്ള സിസ തോമസ് ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത്. കാവി പതാക പിടിച്ച RSSന്റെ ഭാരതാംബയെ ഭാരതത്തിന്റെ ഭാരതാംബയാക്കാൻ ശ്രമം നടക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടുകമായി ഗവർണർമാർ പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. VC അല്ല, സിൻഡിക്കേറ്റാണ്. രജിസ്ട്രാറെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് 100% അർഹതയുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരമാണ് VC സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്തത്. അതിൽ ചർച്ച നടക്കുന്നതിനിടെ VC ഇറങ്ങിപ്പോകാണ് ഉണ്ടായത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടിൻ്റെ 6ാമത്തെ ചാപ്റ്റർ മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തി. ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച മന്ത്രി ബിന്ദുവിന്റെ മകളുടെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകി. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റേതുകൂടിയാണെന്ന് മന്ത്രി പ്രതികരിച്ചു. ബിന്ദുവിന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുന്ന കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി VN വാസവൻ അമൃത ന്യൂസിനോട് പ്രതികരിച്ചു. രാവിലെ 7 മണിയോടെയാണ് ബിന്ദുവിൻ്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, CPM പ്രാദേശിക നേതാക്കൾ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിച്ചു. ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകി. മുഖ്യമന്ത്രി തന്നെ സഹായത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത്യന്തം ദുഃഖകരമായ സംഭവമാണെന്നും ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം തൻ്റേതുമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിന്ദുവിൻ്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുമെന്ന് മന്ത്രി VN വാസവൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇക്കാര്യം മന്ത്രിസഭായോഗം തീരുമാനിക്കും. എന്ത് ജോലി നൽകണമെന്ന കാര്യത്തിൽ ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ താൽപ്പര്യം കൂടി പരിഗണിക്കും. നവമിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയതായും VN വാസവൻ പറഞ്ഞു. കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ അവിടെ പോയും പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ചയോടുകൂടി അവർ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൗൺസിലിംഗിലാണല്ലോ ഇവിടെ നിന്ന് ഇന്നലെ തന്നെ വിട്ടിരുന്നു. അതേസമയം മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധങ്ങൾ തുടരും. നാളെ BJPയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. UDFിലെ വിവിധ ഘടകകക്ഷികളുടെ നേതൃത്വത്തിലും വരും ദിവസങ്ങളിൽ സമരങ്ങൾ നടക്കും. അമൃത ന്യൂസ്, കോട്ടയം.
കേരളത്തിന്റെ ആരോഗ്യ മേഖല വേൾഡ് മോഡൽ എന്ന സ്പീക്കർ എൻ ഷംസീർ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടം ദൗർഭാഗ്യകരമെന്നും എന്നാൽ സിസ്റ്റം മോശമെന്നാണ് ചിത്രീകരിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. മന്ത്രിമാരുടെ വീടുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധം ശരിയല്ല എന്ന് ഷംസീർ അഭിപ്രായപ്പെട്ടു. പ്രതിഷേധങ്ങൾക്ക് ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ട്, എന്നാൽ അതിര് കടക്കരുതെന്നും സ്പീക്കർ പറഞ്ഞു. വേൾഡ് മോഡലാണ്. നിങ്ങളിപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ കാണണം. നേരത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും ഈ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല, കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാത്ത് ലാബും ഡയാലിസിസ് യൂണിറ്റും വന്നു. നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ, PHCകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററായി മാറി, റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്നു. മെഡിക്കൽ കോളേജുകൾക്കകത്ത് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടു. ഈ കോട്ടയത്തുണ്ടായ വളരെ അൺഫോർച്ചുനേറ്റാണ്. പക്ഷേ അവിടെ നടക്കുന്ന നിർമ്മാണം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ 150 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പോകും. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തർക്കം. യൂത്ത് കോൺഗ്രസ് നേതാവ് ഏതനെ വിലങ്ങുവെക്കാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കിടങ്ങന്നൂർ വല്ലന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ ആശുപത്രിയിലെ ശിലാഫലകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ച് തകർത്തിരുന്നു. ഈ കേസിലാണ് ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ അത്യാഹിത വാർഡ് പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആരോഗ്യമന്ത്രി എത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ട് 4 മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ വാർഡ് ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 1.10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആധുനിക അത്യാഹിത വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങൾ 4 പിന്നിടുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വാർഡ് പക്ഷേ പ്രവർത്തനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടില്ല. 1 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം 8 മാസത്തിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത്. മാർച്ചിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയില്ല. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇല്ലാത്തതാണ് കാരണം. ജീവനക്കാരെ അനുവദിക്കാനായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർക്ക് കത്ത് നൽകിയതിനു പുറമെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. ദിവസേന 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയുടെ പ്രധാന ആവശ്യമായിരുന്നു ആധുനിക നിലവാരത്തിലുള്ള അത്യാഹിത വാർഡ്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വാർഡ് പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തെ പുതിയ നിപ സമ്പർക്ക പട്ടിക പുറത്തുവിട്ട ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടികയിലാകെ 383 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ICU ഐസൊലേഷൻ സൗകര്യങ്ങൾ ജില്ലകളിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ള 425 പേരിൽ മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണുള്ളത്. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിനിയെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയായ 38 വയസ്സുകാരിയുടെ മകനും പനി ബാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ 12 വയസ്സുകാരനായ മകനെ മണ്ണാർക്കാട്ടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതേസമയം യുവതിയുടെ ബന്ധുവായ പനി ബാധിച്ച 10 വയസ്സുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. നിപ്പ ബാധിച്ച യുവതിയുടെ ഭർത്തൃ സഹോദരന്റെ 4 മക്കളുടെയും യുവതിയുടെ തന്നെ ഒരു മകന്റെയും സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസമായി. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 5 പേർ ICU ചികിത്സയിലുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ നെഗറ്റീവായിട്ടുണ്ട്. പാലക്കാട് 61 ആരോഗ്യ പ്രവർത്തകർ സമ്പർക്ക പട്ടികയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. പാലക്കാട് സമ്പർക്ക പട്ടികയിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യാനാണ് തീരുമാനം. നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ തകരാർ പരിഹരിക്കുന്നതിനായുള്ള വിദഗ്ധ സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. 14 അംഗ വിദഗ്ധ സംഘത്തെ UK എയർബസ് 400M വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. അറബിക്കടലിലെ പരിശീലന പറക്കലിന്റെ ഭാഗമായി UK പ്രതിരോധ കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന F-35B 5ാം തലമുറ യുദ്ധവിമാനം
സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം 14-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. UK-യിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി യന്ത്ര തകരാറ് പരിഹരിക്കാൻ ആദ്യം ശ്രമം നടത്തിയെങ്കിലും കഴിയാത്തതിനെ തുടർന്നാണ് 14 വിദഗ്ധർ ഉൾപ്പെടെ 17-അംഗ UK സംഘം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഒമാനിൽ നിന്നും പറന്നുയർന്ന UK എയർബസ് 400-ലാണ് സംഘം ഉച്ചയ്ക്ക് 12:40 തിരുവനന്തപുരത്ത് എത്തിയത്. തകരാറിലായ F-35B വിമാനത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾക്കായി വിമാനത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് UK എയർബസ് 400 വിമാനം തിരികെ ഒമാനിലേക്ക് മടങ്ങി. 14-അംഗ വിദഗ്ധ സംഘം അറ്റകുറ്റപ്പണികൾക്കായി തിരുവനന്തപുരത്ത് തുടരുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ UK-യുടെ 5ാം തലമുറ യുദ്ധവിമാനമായ F-35B യന്ത്ര തകരാറിനെ തുടർന്ന് ഇന്ത്യയിൽ ഇറക്കിയിട്ട് തിരികെ UK-യിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് UK-യിൽ വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരുന്നു. തുടർന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്നാണ് UK-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം അറ്റകുറ്റപ്പണികൾക്കായി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അറ്റകുറ്റപ്പണി നടത്തി F-35B യുദ്ധവിമാനം പറത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വിദഗ്ധ സംഘം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. കടലിൽ പോകുന്നവരുടെ മീൻ വലകൾക്ക് നിരന്തരം കേടുപാടുകൾ സംഭവിക്കുന്നത് മത്സ്യബന്ധന മേഖലയാകെ ദുരിതത്തിലാക്കുകയാണ്. MSC എൽസ 3 കപ്പലിന്റെ കണ്ടെയ്നർ അവശിഷ്ടങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ചിട്ടുള്ളത്. വാർത്ത കാണാം. കൊച്ചി, തോപ്പുംപടി, മുനമ്പം മേഖലകളിൽ നിന്നും കടലിൽ പോയ നിരവധി വള്ളങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചത്. കൊച്ചി അഴിമുഖത്തിന് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് വലകൾ കുരുങ്ങിയത്. MSC എൽസ 3 കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ വലകൾ കുരുങ്ങിയതാകാം അവ പൊട്ടിപ്പോകാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നു. ഒന്നോ രണ്ടോ അല്ല, കൊച്ചിയിൽ തന്നെ 15ഓളം വള്ളങ്ങൾ ഇതേ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. കടലിൽ തടസ്സങ്ങളുള്ള ഇടങ്ങളെ സംബന്ധിച്ച് തൊഴിലാളികൾക്ക് നല്ല വ്യക്തതയുണ്ട്. ഈ ലിസ്റ്റിൽ പെടാത്ത സ്ഥലത്ത് വല വീശിയപ്പോഴാണ് അവ പൊട്ടിയത്. ഹാർബറിൽ കൂട്ടമായിരുന്ന് വലകൾ തുന്നിച്ചേർത്ത് വീണ്ടും കടലിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് തൊഴിലാളികൾ. വലകൾ നന്നാക്കുന്നതിന് നല്ല ചിലവ് വരും. തൊഴിൽ നഷ്ടം കൂടി കണക്കിലെടുക്കുമ്പോൾ പട്ടിണി കിടക്കേണ്ട ഗതികേടിലാണ് ഓരോരുത്തരും. 600 രൂപയിലധികമാണ് 1 കിലോ വലയുടെ വില. 500 കിലോയോളം വലയുണ്ടായാലേ ഓരോ വള്ളക്കാർക്കും ഇനി പണിക്ക് പോകാൻ സാധിക്കൂ. 2 ദിവസം പണിക്ക് പോയത് കൂടി 10 ലക്ഷം നഷ്ടമുണ്ട്. ഇന്ന് മിനിയാവുന്നേ കണ്ടിച്ച് ഞങ്ങളുടെ വല ഇന്നും കണ്ടിച്ച് 500 കിലോ വല ഞങ്ങൾ എടുത്തെടുത്ത് തികഞ്ഞിട്ടില്ല. 500 കിലോ എന്ന് പറഞ്ഞാൽ ഒരു കിലോ വലക്ക് 600 സംതിങ് ആണ് വില. പിന്നെ ഈ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ദിവസം 1000 രൂപ, 1200, 1500 രൂപ വരുത്തൊരു കൂലിക്കാരാണ് ഇരിക്കണത്. അപ്പോൾ ഒരു ദിവസം 50,000, 60,000, 70,000 രൂപ വലപ്പണിക്ക് നമുക്ക് ചിലവുണ്ട്. വല വേറെ ഇത്ര തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയാണ്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണത്? കാരണം ഞങ്ങളുടെയൊക്കെ ചാകര കോളാണത്. ഒരു കൊല്ലം ജീവിക്കണത് ഈ ഒരു 2-3 മാസത്തിന് വേണ്ടിയാണ്. കപ്പൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ വേണ്ടത്ര താൽപര്യം കാണിക്കുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആരോപണം. വലകൾ നഷ്ടപ്പെട്ടവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും കപ്പലപകട സ്കീമിൽ ഉൾപ്പെടുത്തി അടിയന്തര സഹായം നൽകണമെന്നതാണ് ഇവരുടെ ആവശ്യം. വലകൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിൽ തൊഴിലാളികൾ പരാതി നൽകിയിട്ടുമുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് സീസൺ സമയമാണ്. ഒരു വർഷം ജീവിക്കാൻ ആവശ്യമായ പണം ഇവർ കണ്ടെത്തുന്നത് ഈ മാസങ്ങളിലാണ്. അത് നഷ്ടമായതിന്റെ വേദനകളാണ് അവർ പങ്കുവെക്കുന്നത്. പ്രതികരണം നോക്കാം. പണിയിട്ട് ഇറക്കിയിട്ട് 21 ദിവസം ഹോട്ടലിൽ വെള്ളം. ഇപ്പം 5 ലക്ഷം രൂപ 5 രൂപ പലിശക്കാണ് എടുത്തേക്കണത്. ഇനി 3 ലക്ഷം രൂപ കൂടി കടം മേടിക്കണം. ആ രീതിയിലാണ് നമ്മൾ ഇത് മുന്നോട്ട് പോകുന്നത്. എങ്ങനെ മത്സ്യത്തൊഴിലാളി ജീവിക്കും? ഈ സീസൺ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ കുടുംബം രക്ഷപ്പെടുന്ന ടൈമാണ് ഇത്. ആ ടൈമിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വെള്ളം കയറുമ്പോഴും പൊക്കം വരുമ്പോഴും മത്സ്യത്തൊഴിലാളി കരസേനയാണ്, നാവികസേനയാണെന്ന് പറയും. ഞങ്ങളുടെ വള്ളവും വേണം, മലവും വേണം, ഒക്കെ വേണം ആൾക്കാരെ രക്ഷിക്കാൻ. ഞങ്ങൾക്ക് ഒരബദ്ധം വരുമ്പോൾ ആരുമില്ല തിരിഞ്ഞു നോക്കാൻ. ഞങ്ങൾ കൊച്ചി ആറ്റിൽ 12 നോറ്റുകളും അകലെ പോയി വല അടിച്ചിട്ട് ഒരു 500 കിലോ വല നഷ്ടപ്പെട്ടു. സാധാരണ ഉള്ള ഉടക്ക് എല്ലാവർക്കും അറിയാം, BPSൽ അടിച്ചിട്ടിട്ടുണ്ട്. അത് കൂടാതെ ഉള്ള ഉടക്കുകൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയെന്ന് ഒരു ആക്കും പെടുത്തില്ല. ഇപ്പോൾ 500 കിലോ വല പോയിട്ടുണ്ട്. 500 കിലോ വലക്ക് 3 ചില ലക്ഷം രൂപ കഴിയും. ഇത് തുന്നി ശരിയാക്കി ഒരു 5 ലക്ഷം രൂപയോളം വേണം. നമ്മൾ ചിലവാക്കേണ്ട മുതൽ കിട്ടൂല എന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരേ കൊല്ലം സീസൺ പണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ശരിയായി ഇത് പോകാൻ പറ്റുള്ളൂ. കഷ്ടപ്പാടിൻ്റെ ഉള്ളിൽ കൂടി കഷ്ടപ്പാട്. ഗവൺമെൻറ് ആണെങ്കിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരും ചെയ്യുന്നില്ല, കേരള സർക്കാരും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങളിത് ആരോട് എന്ന് പറയും? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടുകാർ ഇറങ്ങും. അവർക്കെല്ലാം വലിയ തപ്പലൊക്കെ സംഭവിക്കും. നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് 9:40
7 തുടങ്ങി. ഇപ്പോൾ ഉടക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ ഇപ്പോൾ ഈ വന്ന കപ്പൽ മുങ്ങിയിട്ട് ഒരുപാട് കണ്ടെയ്നറും കാര്യങ്ങളും ഉടക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ മടക്കി ഇപ്പോൾ കയ്യിൽ നിന്നെടുത്ത് മടക്കി 5 രൂപ പലിശക്കൊക്കെ മേടിച്ചാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരുന്നത്. ഇത് പിന്നെയും കടലിൽ ചെല്ലുമ്പോൾ പിന്നെയും ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇല്ല കണ്ടിക്കുന്ന ഉടക്ക് മാത്രം നമുക്ക് അറിയാൻ പറ്റില്ല. ഉടച്ച് കണ്ടിച്ചാണ് പോകുന്നത്. എന്താണ് അതൊന്നും നമുക്ക് അടിച്ചെന്ന് ഒന്നും അറിയാൻ പറ്റില്ല. അത് ഒരു വള്ളക്കാരല്ലോ, ഒരുപാട് വള്ളക്കാർ അങ്ങനെ കാര്യങ്ങളിങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 ലക്ഷത്തിന് മേളിൽ നഷ്ടം ഇന്നത്തെ സംഭവിച്ചിട്ടുണ്ട്. ഇത് കണ്ടെയ്നറിൻ്റെ ഇത് വിഷയം മാത്രമല്ല, അല്ലാണ്ട് ഇപ്പോൾ ഈ തുറമുഖ വകുപ്പിൻ്റെ ഇതിൽ ഇവിടെ കൊണ്ടുപോയിട്ട് ട്രഡ്ജ് ചെയ്തുകൊണ്ട് അടിക്കുന്ന സാധനം കടലിൽ അടിക്കണം, ഈ കരക്കാൻ കൊണ്ട് അടിക്കണം. അത് പുറം കടലിൽ കൊണ്ട് അടിക്കേണ്ട സാധനമാണ്. അതുകൊണ്ടൊന്നും അടിക്കുന്നത് ഈ കരക്കാൻ കൊണ്ടൊന്നും അടിക്കണം. അതും ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളിക്ക് ദോഷം. അതിനും ഒരു നടപടി ഇന്നവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിലാണ് ഡീസലിന് സബ്സിഡി ഇല്ലാത്ത. തമിഴ്നാട്ടിൽ ഡീസലിന് മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ റബ്ബർ തൊഴിലാളികൾക്ക് എല്ലാവർക്കും ഈ നെൽ കൃഷി തൊഴിലാളികൾക്കൊക്കെ താങ്ങുവില. ഈ മത്സ്യത്തിന് താങ്ങുവില്ല. പക്ഷെ ഞങ്ങൾക്ക് സബ്സിഡി ഒന്നുകൂടെ. കൊച്ചിയിൽ നിന്ന് AT അശ്വതി വിവരങ്ങൾ നൽകും. അശ്വതി, മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്ന ആരോപണം അത് ഗൗരവമായി തന്നെ കാണണം എന്നതാണ്. കൃത്യമായ നഷ്ടപരിഹാരം ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ ഉപജീവന മാർഗമാണല്ലോ പ്രതിസന്ധിയിലാകുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ് അശ്വതി? ഈ മൺസൂൺ സീസണ് തൊട്ട് മുൻപായി സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഈ കപ്പൽ അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ MSC എൽസാ 3യുടെ അവശിഷ്ടങ്ങളാണ് തങ്ങളുടെ വലകൾ മുറിഞ്ഞു പോകാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിന് ഒരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തണം. അങ്ങനെ ആണെങ്കിൽ തന്നെ അത് കൃത്യമായി കണ്ടെത്തിയതിന് ശേഷം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് അതിനനുസൃതമായിട്ടുള്ള നഷ്ടപരിഹാരം, ഇവർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം നൽകണമെന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. 1 2 അല്ല, ഈ കൊച്ചിയിൽ തന്നെ ഏകദേശം 15ഓളം വള്ളങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ മധ്യ കേരളത്തിൽ തന്നെ ആലപ്പുഴയിലും കൊച്ചിയിലുമൊക്കെ സമാനമായ സംഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യ ബാച്ച് കടലിൽ പോയി വന്നതിന് ശേഷമുള്ള പ്രശ്നമാണ് ഈ കണ്ടത്. ഇനി അവർ വലകളെല്ലാം നന്നാക്കി വീണ്ടും കടലിലേക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാസമാണ് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോഴാണ് അവരുടെ സീസൺ. ഈ സീസണിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അത് ഈ വർഷം മുഴുവൻ ആ നഷ്ടം ചുമക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത ഇതൊക്കെ ഇല്ലാതായിരിക്കുന്ന അവസ്ഥയാണ്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ എത്രയും വേഗം ഇടപെടണം, ഇവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. അതുതന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത്. ശരിയെങ്കിൽ സർക്കാർ എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം എന്നതാണ്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും AT അശ്വതി നൽകിയത്. മലപ്പുറം കാളികാവിൽ ഭീതി പരത്തിയ നരഭോജി കടുവയെ പിടികൂടി. കരുവാരക്കുണ്ട് സമീപം സുൽത്താന എസ്റ്റേറ്റിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. അമരമ്പലം RRT ഓഫീസിലെത്തിച്ച കടുവയെ പിന്നീട് തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. സുൽത്താന എസ്റ്റേറ്റിന് സമീപം എസ് വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. മെയ് 15-ന് കാളികാവ് അടയ്ക്കാക്കൊണ്ടിൽ ഗഫൂർ എന്ന തോട്ടം തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് നന്മ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദൗത്യം ആരംഭിച്ചു. 60 RT സംഘം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ദൗത്യം. വിവിധയിടങ്ങളിലായി 50ഓളം ക്യാമറകളും കൂടുകളും സ്ഥാപിച്ചായിരുന്നു തിരച്ചിൽ. പലതവണ കടുവയെ ദൗത്യ സംഘവും തൊഴിലാളികളും കണ്ടിരുന്നുവെങ്കിലും പിടികൂടാനായിരുന്നില്ല. ഇതിനിടെ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടിരുന്നു. ഒടുവിൽ ദൗത്യം തുടങ്ങി 53-ാം നാളിലാണ് കടുവയെ കെണിയിൽപ്പെടുത്താനായത്. എന്നാൽ കടുവയെ വീണ്ടും കാട്ടിൽ വിടരുതെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാസങ്ങളായിട്ട് നമ്മൾ ഈ നാടിന് മുഴുവൻ എടുത്തൊരു സാധനത്തിനെ കിട്ടിയില്ലേ. കടുവനെ കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ വിടുന്ന നമുക്കൊരു ഉറപ്പില്ല. അവർ കൃത്യമായിട്ട് എന്താണ് ചെയ്യുക എന്നില്ല കൃത്യമായി രേഖാമൂലം തന്നാല് വിടുള്ളൂ തന്നെയാണ് നമ്മൾ തീരുമാനം. കടുവയെ കാട്ടിൽ വിടില്ലെന്ന് വനം വകുപ്പ് മന്ത്രി അറിയിച്ചു. അമരമ്പലത്തെ സൗത്ത് RRT ഓഫീസിലേക്ക് മാറ്റിയ കടുവയ്ക്ക് ഭക്ഷണവും പ്രാഥമിക പരിശോധനയും നടത്തി. സൈലന്റ് വാലി ഡാറ്റാബേസിൽ ഉൾപ്പെട്ടതാണ് 13 വയസ്സ് പ്രായം കണക്കാക്കുന്ന കടുവ. വേട്ടപ്പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് കാഴ്ചക്കുറവും നേരിയ പരുക്കുകളുമുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി കടുവയെ തൃശൂർ സുവോളജി പാർക്കിലേക്ക് മാറ്റി. കടുവയെ പിടികൂടാനായത് നാട്ടുകാർക്കും വനം വകുപ്പിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. 1.5 മാസത്തിലേറെയായി കടുവാഭീതി കാരണം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപജീവനം പോലും മുടങ്ങിയ അവസ്ഥയിലായിരുന്നു. അമൃത ന്യൂസ്, മലപ്പുറം. തൃശൂർ അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. റെയിൽവേ ട്രാക്കിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത്. സേതുമാധവൻ, ദിനേശ് കുമാർ എന്നിവരുടെ വീടുകളിലെ വാഴകളും തെങ്ങും റബ്ബറും ആന നശിപ്പിച്ചു. പുലർച്ചെ 3:30-ഓടെയാണ് കാട്ടാന എത്തിയത്.
അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 51ആയി. മരിച്ചവരിൽ 15 കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. 850 പേരെ രക്ഷപ്പെടുത്തി. ടെക്സസിലെ കനത്ത മഴയിൽ ഗ്വാഡാലോപ്പെ നദിയിൽ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടിയായി ഉയർന്നതോടെയാണ് പ്രളയമുണ്ടായത്. കാണാതായവർക്കായി ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്തും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അടുത്ത 5 ദിവസം ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, കർണാടക തീരങ്ങളിൽ നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 45 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള ശക്തമായ കാറ്റിന് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് ന്യൂനമർദ്ദം നീങ്ങാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ ചാലക്കുടി മേലൂർ പഞ്ചായത്തിൽ മിന്നൽ ചുഴലി. കരിങ്ങാമ്പള്ളി, പിണ്ടാണി, കല്ലുകുത്തി എന്നീ മേഖലകളിൽ വ്യാപക നാശനഷ്ടം. നിരവധി മരങ്ങളും വാഴകളും വൈദ്യുത പോസ്റ്റുകളും ഒടിഞ്ഞു. വൈകിട്ടോടെയാണ് പ്രദേശത്ത് മിന്നൽ ചുഴലി ഉണ്ടായത്. വടക്കേ ഇന്ത്യയിലും മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. ഹിമാചൽ പ്രദേശിൽ 2 ആഴ്ചക്കിടെ 72 പേരാണ് മരിച്ചത്. 37 പേരെ കാണാതായി. ഹിമാചലിൽ മാത്രം 700 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്ക്. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 9 പേർക്കായി തെരച്ചിൽ തുടരുന്നു. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിലും മഴ തുടരുകയാണ്. കായിക വാർത്തയിലേക്കാണ്. 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 336 റൺസിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത്. 2ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ ആകാശ് ദീപാണ് ഇംഗ്ലണ്ട് നിരയെ തകർത്തത്. ഇതോടെ പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമെത്തി. 3ാം ടെസ്റ്റ് 10-ന് ലോർഡ്സിൽ നടക്കും. ഇന്ത്യ ഉയർത്തിയ 608 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 271 റൺസിന് പുറത്തായി. മഴ മൂലം 1.5 മണിക്കൂർ വൈകിയാണ് ഇന്ന് മത്സരം ആരംഭിച്ചത്. 3-ന് 72 റൺസ് എന്ന നിലയിൽ 5ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് 8 റൺസ് എടുത്ത ഒലി പോപ്പിന്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത്. 88 റൺസ് എടുത്ത ജാമി സ്മിത്താണ് 2ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ ടോപ്പ് സ്കോറർ. 2ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് വീഴ്ത്തിയ ആകാശ് ദീപിന്റെ ഗംഭീര പ്രകടനമാണ് ഇന്ത്യക്ക് തുണയായത്. 1976 ശേഷം ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ 5 പ്രധാന ബാറ്റർമാരിൽ 4 പേരെയും പുറത്താക്കുന്ന ആദ്യ ബൗളർ എന്ന നേട്ടം ആകാശിന് സ്വന്തമായി. ആദ്യ ഇന്നിംഗ്സിൽ ആകാശ് 4 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. 1ാം ഇന്നിംഗ്സിൽ ഇരട്ട സെഞ്ചുറിയും 2ാം ഇന്നിംഗ്സിൽ സെഞ്ചുറിയും നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് കളിയിലെ താരം. 1967 മുതൽ ഇന്ത്യ എഡ്ജ് ബാസ്റ്റണിൽ ടെസ്റ്റ് കളിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു മത്സരം പോലും ജയിക്കാൻ സാധിച്ചിരുന്നില്ല. ആ ചരിത്രമാണ് ഇത്തവണ ഗില്ലും സംഘവും തിരുത്തിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 ഇന്നിംഗ്സിലുമായി 1000 റൺസ് നേടുന്ന ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. 2ാം ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലുമായി 1014 റൺസാണ് ഇന്ത്യൻ ടീം അടിച്ചെടുത്തത്. 2004-ലെ സിഡ്നി ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ 916 റൺസ് എടുത്തതായിരുന്നു ഇതിനു മുമ്പത്തെ ഇന്ത്യയുടെ ഉയർന്ന സ്കോർ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ 1000 റൺസ് അടിച്ചെടുക്കുന്ന 5ാമത്തെ ടീമായി ഇന്ത്യ. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മാത്രം 430 റൺസാണ് നേടിയത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.